ഇന്ന് മാറ്റമില്ലാതെ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആഗോള സാഹചര്യങ്ങൾ വിപണിയുടെ നീക്കത്തെ സ്വാധീനിക്കുകയും ചെയ്യും. യുഎസിലെ താരിഫുമായി ബന്ധപ്പെട്ട് ഉള്ള വാർത്തകൾ സ്വാഭാവികമായും വിപണിയിലെ നീക്കത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ കൂടി വിപണിയുടെ നീക്കത്തിൽ നിർണായകമായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ മിക്ക ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. അതിന്റെ ഒരു സ്വാധീനം വിപണിയിൽ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള മികച്ച നിക്ഷേപ താൽപര്യമാണ് ഒരു പരിധിവരെ വിപണിയുടെ നേട്ടത്തിൽ പ്രതിഫലിച്ചത്. 25,500 എന്ന നിലവാരത്തിന് മുകളിൽ മുൻനിര സൂചികയായ നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. അത് വിപണിയുടെ ഒരു അന്തർധാര ശക്തമാണ് എന്ന് കാണിക്കുന്ന ഒരു നീക്കമായിരുന്നു. വരും ദിവസങ്ങളിലും ആ ഒരു നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ. മറിച്ചാണെങ്കിൽ വിൽപ്പന സമ്മർദ്ദം തുടരുകയാണെങ്കിൽ 25,200 എന്ന നിലവാരമാണ് അടിസ്ഥാന നിലവാരമായിട്ട് പ്രവർത്തിക്കുക. 25,200നും 26,000നും ഈ ഒരു നിലവാരത്തിന് ഇടയിലായിരിക്കും വിപണി നീങ്ങുക. കഴിഞ്ഞ കുറച്ച് നാളുകളായി ആ ഒരു നിലവാരത്തിലാണ് വിപണി നിലനിൽക്കുന്നതും. ഇനി വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു പ്രധാന ഘടകം കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളാണ്. അടുത്ത ആഴ്ച മുതൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ വന്നു തുടങ്ങും. ഐ ടി മേഖലയിലെ പ്രവർത്തന ഫലങ്ങളാണ് ആദ്യം പ്രതീക്ഷിക്കുന്നത്. ഐ ടി മേഖലയിലെ പ്രവർത്തന ഫലങ്ങൾ അത്ര മികച്ചതായിരിക്കില്ല എന്നുള്ള ഒരു സൂചന വിപണിയിലുണ്ട്.